രാഷ്ട്രാന്തരീയ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗാട്ടിനെയും ബജ്രംഗ് പുനിയയെയും കോൺഗ്രസിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. രാജ്യം വളരെ പ്രതീക്ഷയോടെ കാണുന്ന മൂന്ന് ചെറുപ്പക്കാരുടെ അതിമനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണ്, അല്ലെങ്കിൽ ഒരു സമാഗമമാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്നത്. ഒക്ടോബർ 5-ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ഈ രണ്ട് കായിക താരങ്ങൾ വിനേഷും ബജ്രംഗും കോൺഗ്രസിനു വേണ്ടി ഗോദയിൽ ഇറങ്ങും എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യൻ യുവതയുടെ കരുത്തിൻ്റെ മൂന്ന് പ്രതീകങ്ങളാണ് രാഹുൽ ഗാന്ധിയും വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും. ഫോഗട്ടും ബജ്രംഗും അന്താരാഷ്ട്ര ഗുസ്തി മത്സരങ്ങളിൽ പതക്കങ്ങൾ നേടി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആകാശത്ത് ഉയർത്തിപ്പിടിച്ചവരാണ്. വിനേഷ് ഫോഗട്ടിന് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഒരു മെഡൽ നഷ്ടപ്പെട്ടത് ചുണ്ടിനും കപ്പിനും ഇടയിലായിരുന്നു. പൂനിയാവട്ടെ കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യാഡിലും ഇന്ത്യക്ക് വേണ്ടി സ്വർണവും അതുപോലെ ലോക ഗുസ്തിയിൽ വെങ്കലവും നേടിയ ആളാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി അഹോരാത്രം പോരാടുന്ന യുവനേതാവും അനിതര സാധാരണമായ നിശ്ചയദാർഢ്യവും അർപ്പണബോധവും അതുപോലെ തന്നെ നിലപാടുകളിലെ ധീരമെന്ന് പറയാവുന്ന കരുത്തും സമരവീര്യവും പ്രകടിപ്പിക്കുന്ന മൂന്ന് പേരാണ് ഇവർ. കഠിനവും അച്ചടക്കത്തോടു കൂടിയതുമായ നിരന്തരമായ പരിശീലനം കൊണ്ടാണ് വിനേഷ് ഫോഗട്ടും അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയും ഒക്കെ ഗുസ്തി മത്സരങ്ങളിൽ ലോകത്തിന്റെ നെറുകയിലെത്തിയത്. ഉദ്ദേശിച്ചത് നേടിയേ അടങ്ങൂ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കണമെന്ന ഉള്ളിലെ നിശ്ചയദാർഢ്യം അവരെ കൂടുതൽ കരുത്തരാക്കി. രാഹുൽ ഗാന്ധി ആവട്ടെ കുറെ വർഷങ്ങളായി പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും പതറാതെ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രതീക്ഷാ നിർഭരമായ നേതൃമുഖമായി ഇപ്പോൾ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹരിയാനയിൽ ഇപ്പോൾ BJP ആണ് ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അവിടെ ബജ്രംഗ് പുനിയയും അതുപോലെ തന്നെ വിനേഷ് ഫോഗട്ടും കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നിലപാടുകളിൽ പ്രകടിപ്പിച്ച കരുത്തും അല്ലെങ്കിൽ ഉറപ്പും ഒരു കായിക താരം, അത്ലറ്റ് എന്നതിനപ്പുറത്തേക്ക് വിനേഷ് ഫോഗാട്ടിന്റെയും ബജ്രംഗ് പുനിയയുടെയും വ്യക്തിത്വത്തെ ഉയർത്തി. ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു ബ്രിജ്ഭൂഷൺ, ഫെഡറേഷന്റെ പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് ഫെഡറേഷനിൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല. BJPയുടെ ഒരു പ്രധാന നേതാവായിരുന്നു അയാൾ. അയാൾക്കെതിരെ ധാരാളം ലൈംഗിക പീഡന പരാതികൾ ഉയർന്നു. മത്സരാർത്ഥികളടക്കം, അല്ലെങ്കിൽ ഗുസ്തി മത്സരത്തിന് പരിശീലനത്തിന് എത്തുന്ന അത്ലറ്റുകളടക്കം ഉള്ളവരുടെ ഭാഗത്തു നിന്ന് ധാരാളം പരാതികൾ ഉണ്ടായപ്പോൾ ഗുസ്തി താരങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് അതിനെ നേരിട്ടു, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭം, പ്രതിഷേധം ഉണ്ടായി. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അവർ തെരുവിൽ സമരമിരുന്നു ബ്രിജ്ഭൂഷണെതിരായിട്ട്. പക്ഷേ ഈ സമരത്തിൽ ഉടനീളം ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. പോലീസും അതുപോലെ തന്നെ BJPയുടെ ദേശീയ നേതൃത്വവും ബ്രിജ്ഭൂഷണൊപ്പമാണ് നിന്നത്. വിനേഷ് ഫോഗട്ടിനും അതുപോലെ തന്നെ ബജ്രംഗ് പുനിയയ്ക്കും ഒക്കെ അവർ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തവരാ. അവർക്കൊക്കെ അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായെങ്കിലും അവരാരും അതിന് വഴങ്ങിയില്ല. അവര് അത്ലറ്റുകളുടെ ഒപ്പമാണ് നിന്നത്, നിന്നു പോരാടി. അതിൽ യാതൊരു അലംഭാവവും അവർ കാട്ടിയില്ല. അവസാനം നീതി ലഭിക്കില്ല എന്നായപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അവര് പൊരുതി നേടിയ പതക്കങ്ങൾ, അല്ലെങ്കിൽ അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, അതൊക്കെ ഇന്ത്യ ഗേറ്റിൽ ഉപേക്ഷിച്ചു പോകാൻ അവർ ധൈര്യം കാട്ടി. ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് പാരീസ് ഒളിമ്പിക്സിൽ ഫൈനലിന് തൊട്ടു മുമ്പ് വിനേഷിനുണ്ടായ അയോഗ്യത ഒരു സംശയത്തിന്റെ നിഴലിലായത്. അതിൻ്റെ പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായത് അങ്ങനെയായിരുന്നു. ഫൈനൽ മത്സരത്തിന് എത്തുന്നതിന് മുമ്പ് വിനേഷിന് 2 കിലോഗ്രാം തൂക്കം കുറയ്ക്കണമായിരുന്നു.
അതത്ര അസാധാരണമായ കാര്യമല്ല. ഭാരോദ്വഹനത്തിലും അല്ലെങ്കിൽ റെസ്ലിങ്ങിലും ഒക്കെ മത്സരിക്കുന്ന അത്ലറ്റുകൾക്ക് പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണത്. അത് അവർ വിജയപൂർവ്വം തരണം ചെയ്യാറുമുണ്ട്. പക്ഷേ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും വിനേഷിന്റെ തൂക്കം കുറയ്ക്കാൻ സാധിച്ചില്ല. 2 കിലോ തൂക്കം കുറയ്ക്കണമായിരുന്നു, അത്രത്തോളം കുറയ്ക്കാൻ സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഫൈനലിലെത്തുമ്പോൾ അവരുടെ തൂക്കം നിശ്ചിത തൂക്കത്തേക്കാൾ 100 ഗ്രാം കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് വിനേഷ് അയോഗ്യയാക്കപ്പെട്ടത്. അവർക്ക് ഫൈനലിൽ മത്സരിക്കാൻ സാധിച്ചില്ല. മത്സരിച്ചിരുന്നുവെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു വെള്ളിയെങ്കിലും വിനേഷ് ഫോഗാട്ടിന് ലഭിക്കുമായിരുന്നു. അതേസമയം 57 കിലോഗ്രാം ഇനത്തിൽ മത്സരിച്ച പുരുഷ ഗുസ്തിക്കാരനായ അമൻ സെഹ്റാവത്ത്, അദ്ദേഹത്തിന് ഫൈനലിന് മുമ്പായിട്ട് 4 കിലോഗ്രാം കുറയ്ക്കണമായിരുന്നു. അദ്ദേഹം കഠിനമായിട്ട് അധ്വാനിച്ചു. 10 മണിക്കൂർ കൊണ്ട് അദ്ദേഹം തൂക്കം 4.6 കിലോഗ്രാം കുറച്ചു. അമൻ സെഹ്റാവത്തിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിന്, പരിശീലകർക്ക് ഇത് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് വിനേഷ് ഫോഗാട്ടിന്റെ പരിശീലകർക്ക്, അവരുടെ സ്റ്റാഫിന് ഇത് സാധ്യമായില്ല എന്നൊരു ചോദ്യം ഉയർന്നു വന്നു. പക്ഷേ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാവാം, മറ്റെന്തെങ്കിലും കാരണമാവാം, ഇതേപ്പറ്റി മറ്റ് വിശദമായ അന്വേഷണങ്ങളൊന്നും പിന്നീട് നടന്നില്ല. നുറുങ്ങിയ ഹൃദയവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ടാണ് വിനേഷ് ഫോഗാട്ട് പാരീസിൽ നിന്ന് ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയത്. പക്ഷേ ഇന്ത്യ അവരെ സഹർഷം സ്വാഗതം ചെയ്തു. ഡൽഹിയിലും അവരുടെ ജന്മനാടായ ഹരിയാനയിലും 10,000-കണക്കിന് ആളുകളാണ് വിനേഷ് ഫോഗാട്ടിനെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. ഹരിയാനയിലെ കർഷക കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് വിനേഷ് ഫോഗാട്ടും അതുപോലെ ബജ്രംഗ് പുനിയയും. അവരൊരു കുടുംബം പോലെയാണ് അവിടുത്തെ കർഷകർ. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു കുടുംബം എന്ന, ഒരു പരിവാർ എന്ന നിലയിലാണ് അവരെ പരസ്പരം കാണുന്നതും പ്രവർത്തിക്കുന്നതും. പാരീസിൽ നിന്ന് വന്നപാടെ വിനേഷ് ഫോഗാട്ട് പോയത് സമരം ചെയ്യുന്ന കർഷകരുടെ അടുത്തേക്കാണ്. അവർ ശംഭു എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 200-ലേറെ ദിവസങ്ങളായി. ഫെബ്രുവരി 13 മുതൽ അവർ ശംഭുവിൽ കിടക്കുകയാണ്. അവരെ ഹരിയാനയിലേക്ക് അവിടുത്തെ സർക്കാർ കടത്തിവിടുന്നില്ല. അവര് ഡൽഹി ചലോ എന്ന മുദ്രാവാക്യവുമായി തലസ്ഥാന നഗരിയിലേക്ക് പോയി അവിടെ പ്രക്ഷോഭം ആരംഭിക്കാൻ വന്നവരാണ്. പക്ഷേ പറഞ്ഞല്ലോ, 200-ലേറെ ദിവസങ്ങളായി അവര് വെയിലത്തും മഴയത്തും ഒരു അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവരുടെ അടുത്തേക്കാണ് വിനേഷ് ഫോഗാട്ട് എത്തിയത്. വളരെ ആവേശത്തോടെയാണ് കർഷകര്, സമരരംഗത്തുള്ളവര്, പുരുഷന്മാര്, സ്ത്രീകള്, കുട്ടികള് എല്ലാവരും ചേർന്ന് വിനേഷ് ഫോഗാട്ടിനെ സ്വീകരിച്ചത്. അവരെ പട്ടുപുതപ്പിച്ചു. അതുപോലെ തന്നെ പോരാട്ടക്കരുത്തിന്റെ പ്രതീകമായ ഉടവാൾ നൽകി സ്വീകരിച്ചു. അവർ വളരെ വികാരഭരിതമായ ഭാഷയിലാണ് കർഷകരോട് സംസാരിച്ചത്. വിനേഷ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളാണ്. നിങ്ങളുടെ ഏത് ആവശ്യത്തിലും ഏത് പ്രക്ഷോഭത്തിലും ഞാൻ നിങ്ങളോടൊപ്പം മുൻനിരയിൽ തന്നെ ഉണ്ടാവും. ഈ സർക്കാർ, BJP സർക്കാർ നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കുന്നില്ല, അതിനോട് അനുഭാവപൂർവ്വം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. രാജ്യത്തിന് അന്നമൂട്ടുന്ന കർഷകര് ഇങ്ങനെ തെരുവിൽ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നത് ഇന്ത്യക്ക് എത്രത്തോളം നല്ലതാണ്. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് വിനേഷ് ഫോഗാട്ടും അതുപോലെ ബജ്രംഗ് പുനിയയും കോൺഗ്രസിനൊപ്പം എത്തുന്നത്. അവിടെ ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ നില വലിയ പരുങ്ങലിലാണ്. വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കുന്നുണ്ട്. കർഷക സമരത്തോട് അവരെടുത്ത നിലപാടുകൾ പലരെയും BJPക്ക് എതിരാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് BJPക്ക് ഉള്ളിലെ അന്തഛിദ്രങ്ങൾ. കോൺഗ്രസിനോടെ ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ വളരെ രൂക്ഷമാണ് BJPയിലെ വിഭാഗീയത, അല്ലെങ്കിൽ വ്യത്യസ്ത നേതാക്കളുടെ നേതൃത്വത്തിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിൽ നടക്കുന്ന ഈ പോരാട്ടം. അതുപോലെ ഗുസ്തി എന്ന് പറയുന്നത് ഹരിയാനയ്ക്ക് ഒരു വികാരമാണ്, അവരുടെ ഒരു വികാരമാണ്. അവരുടെ അഭിമാനമായ ഗുസ്തി താരങ്ങളോട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അവരെ വലിയ തോതിൽ ക്ഷുഭിതരാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിന് വേണ്ടി ബജ്രംഗ് പുനിയയും വിനേഷ് ഫോഗാട്ടും ഗോദയിലിറങ്ങുന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ അടുത്ത കാലത്ത് നടന്ന ലോക്പാൽ സർവേയിൽ കോൺഗ്രസിന് 58 മുതൽ 65 സീറ്റ് വരെ കിട്ടുമെന്നാണ്
പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം BJPക്ക് പരമാവധി ലഭിക്കാവുന്ന 20 മുതൽ 29 വരെ സീറ്റുകളാണ്. ഇപ്പോൾ ഹരിയാനയിലെ BJPക്കെതിരെ രൂപം കൊണ്ടിരിക്കുന്ന ഈ കൂട്ടുകെട്ട് രാഹുൽ ഗാന്ധി, വിനേഷ് ഫോഗട്ട്, ബജ്രംഗ് പുനിയ, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിനാശകരമായ ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്, ഈ രണ്ട് കായിക താരങ്ങളെ കോൺഗ്രസിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ നീക്കം ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്ന്. വിനേഷ് ഫോഗട്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് അവസാന തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. ബജ്രംഗ് പൂനിയ മത്സരിക്കുമോ അതോ ഏതെങ്കിലും ഒരു സംഘടനാ പദവി ഏറ്റെടുത്ത് പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുമോ, അക്കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. വിനേഷ് ഫോഗട്ടിന് വേണ്ടി 2 സീറ്റുകൾ ആലോചിക്കുന്നുണ്ട്. അതിലൊന്ന് അവരുടെ ജന്മസ്ഥലം അടങ്ങുന്ന ചർക്കി ദാദ്രി എന്ന് പറയുന്ന മണ്ഡലമാണ്. യുലാന എന്ന് പറയുന്ന മറ്റൊരു മണ്ഡലത്തിലേക്കും അവരുടെ പേര് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയും വിനേഷ് ഫോഗാട്ടും ബജ്രംഗ് പൂനിയയും ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് BJPയുടെ രക്തസമ്മർദ്ദവും നെഞ്ചിടിപ്പും ഇരട്ടിയാക്കുന്നുണ്ട്.